السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد، فأوصيكم وإياي أولا بتقوى الله، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, നേതാക്കളെ, ഈ മഹത്തായ മജ്ലിസിൽ പങ്കെടുത്ത ബഹുമാന്യരായ കാരണവന്മാരെ, ഉമറാക്കളെ, യുവാക്കളെ, സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മജ്ലിസിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് കേരളത്തിൽ എന്ന് മാത്രമല്ല, കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലുമൊക്കെ പ്രവർത്തനം കൊണ്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു ആധികാരിക മുസ്ലിം പണ്ഡിത നേതൃത്വമാണ്. ആ സംഘടനയുടെ പേരിൽ ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പരിപാടി നടത്താൻ അല്ലാഹു സൗഭാഗ്യം നൽകിയിരിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പ്രബോധനം ചെയ്ത ദീനിന്റെ നേർരേഖയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ദീനിന്റെ പ്രബോധനം നിർവഹിച്ചു. ഈ ദീനിനെ സമ്പൂർണമാക്കിയതാണ്. അവസാന പ്രവാചകൻ എന്ന നിലക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരായ പ്രവാചകന്മാരിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി ലോകാവസാനം വരെ നിലനിൽക്കാനുള്ള ഈ മുസ്ലിം ഉമ്മത്തിന്റെ ദീനിയായ ജീവിതത്തിന്റെ ആധാരം, അതിന്റെ നിദാനമായി നിൽക്കേണ്ടുന്ന കാര്യം അതെന്താണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജീവന്റെ ജീവനാണ്. ആ ദീനിനെ ഇവിടെ നിലനിർത്തണമെന്നത് അല്ലാഹുവും അല്ലാഹുവിന്റെ പ്രവാചകരും നമ്മളോട് ആവശ്യപ്പെട്ട കാര്യവുമാണ്. ഈ ദീന് ഇനി ഇവിടെ ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യം വരാൻ പാടില്ല. മുമ്പ് കഴിഞ്ഞ സമുദായങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ദീനീ പ്രവർത്തനത്തിന്റെയും ദീനീ പ്രബോധനത്തിന്റെയൊക്കെ ആ ഒരു രീതിക്ക് ഒരു മാറ്റമെന്നോണം ഈ സമുദായത്തിൽ ഇനി പ്രവാചകന്മാരുടെ പ്രബോധന കാലഘട്ടം ഇല്ല എന്ന് വളരെ വ്യക്തമായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. ഈ സമുദായത്തിൽ ഇനി പ്രവാചകന്മാരെ കാത്തിരിക്കണ്ട. കാരണം ലാ നബിയ്യ ബഅദി, എന്റെ ശേഷം ഇനി പ്രവാചകന്മാരിവിടെ വരാനില്ല.
അന്ത്യപ്രവാചകനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത് എന്നെയാണ്. ഞാൻ അന്ത്യപ്രവാചകനാണ്. ഖുത്തിമ ബിയൻ നബിയൂൻ. ആ പ്രവാചക പരമ്പര എന്നെ കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ആ പ്രവാചകന്മാരുടെ ദൗത്യം ലോകാവസാനം വരെ ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ ദീൻ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ദീൻ അതിനെ നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിശ്ചയിച്ചിരുന്നത് പോലെ ഈ സമുദായത്തിൽ ഇനി അല്ലാഹു ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി നിശ്ചയിക്കുന്നത് എന്റെ ഈ സമുദായത്തിലെ പണ്ഡിതന്മാരെയാണ്. അവർ പ്രവാചകന്മാർക്ക് തുല്യമാണ്. അവർ പ്രവാചകന്മാരുടെ അനന്തരാഗാമികളാണ്. അവര് യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധ ദീനിനെയും ഈ സമുദായത്തിനെയും സംരക്ഷിക്കുന്നവരാണ് എന്നൊക്കെ വളരെ വ്യക്തമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ആ പരിശുദ്ധമായ ദീനിനെ ഇവിടെ നിലനിർത്തി ലോകാവസാനം വരേക്കും അതിന് യാതൊരു കോട്ടവും വാട്ടവും വരാതെ, യാതൊരു ഭംഗവും വരാതെ, അതിന്റെ ആദർശങ്ങൾക്കോ വിശ്വാസങ്ങൾക്കോ അതിന്റെ കർമ്മങ്ങൾക്കോ യാതൊരു തകരാറും സംഭവിക്കാതെ ഇവിടെ നിലനിർത്തണം എന്നത് ഈ പണ്ഡിതന്മാരെ ഏൽപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ആ ദൗത്യം മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽക്ക് തന്നെ നിർവഹിച്ചു വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങളാരും ആശങ്കപ്പെടേണ്ടതില്ല, നിങ്ങളാരും തന്നെ പ്രയാസപ്പെടേണ്ടതില്ല. ഈ പരിശുദ്ധ ദീനിനെ ഇവിടെ സംരക്ഷിക്കാൻ അതിന്റെ കാവൽ ഭടന്മാരായി ഈ സമുദായത്തിൽ ഉണ്ടാകുന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അവരാ ദൗത്യ നിർവഹണം നടത്തിക്കൊണ്ടേയിരിക്കും. അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ എന്തൊരു വിഷയം വരികയാണെങ്കിലും അതിന്റെ ആധികാരികമായ അന്തിമമായ തീരുമാനം യഥാർത്ഥത്തിൽ ഈ സമുദായത്തെ പഠിപ്പിക്കാനും ആ സമുദായത്തിനെ അത് ബോധ്യപ്പെടുത്താനും ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഏത് കാലത്തും ഉണ്ടാകും. അത് ഇല്ലാതെയാകാൻ പാടില്ല, അത് ഉണ്ടാവുക തന്നെ വേണം എന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പ് ഇന്നും ആ 15 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആ പൈതൃകം ഇന്നും നമ്മളിൽ നിലനിൽക്കുകയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഉലമാക്കളൊക്കെ വറസത്തുൽ അംബിയായി, അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളായി അമ്പിയാക്കന്മാരുടെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾക്ക് ഈ സമുദായത്തിന്, മുസ്ലിം സമുദായത്തിന്റെ എല്ലാവിധ ഇസ്സത്തും അഭിമാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. അത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനു വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളും അന്ന് തന്നെ വളരെ വ്യക്തമായി നമ്മളെ നേരിട്ടും വ്യക്തമായും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന അല്ലാഹുവിന്റെ ദീൻ ഇസ്ലാം ദീനാണ്. ആ ഇസ്ലാം ദീൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇവിടെ എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ, അതിന്റെ യഥാർത്ഥമായ രൂപം മനസ്സിലാക്കാൻ, അതിന്റെ വിശ്വാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ, അതിന്റെ ആചാരങ്ങളും കർമ്മങ്ങളും രീതികളും എന്താണെന്ന് മനസ്സിലാക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സ്വഹാബ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരോട് ചോദിച്ചു. കാരണം ഈ സമുദായം ഛിന്ന ഭിന്നമായി, വിഭിന്നമായി, പല വിഭാഗമായി, പല പാർട്ടികളായി ഒക്കെ തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥ ഈ സമുദായത്തിൽ ഉണ്ടാകും എന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഈ ഉമ്മത്തിനോട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സതഫ്തരിഖു ഉമ്മത്തി, എന്റെ ഈ ഉമ്മത്തും ഛിന്ന ഭിന്നമാകും, എന്റെ ഈ ഉമ്മത്തും വിഭാഗമാകും, പാർട്ടികളാകും, പിളർന്നു പോകും. ഇതൊക്കെ ആര് പറയുന്നു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മഹാനായ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ. എന്നാൽ ഈ ഛിന്ന ഭിന്നമായ ഈ വിഭാഗങ്ങളും പാർട്ടികളും ഈ സമുദായത്തിൽ ഉണ്ടാകുമ്പോൾ അവരൊക്കെ സ്ഥിതി എന്താണ്? അവരെ സംബന്ധിച്ച് വ്യക്തമായി നമ്മളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, അവരൊക്കെ പഴച്ചവരാ, ആ പാർട്ടികളൊക്കെ പഴച്ചവരാ, ഇല്ല വാഹിദ, ഒന്ന് മാത്രമാണ് അതിലൊഴിവ്.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ മാർഗത്തിന് ശരിയായ രീതിയിൽ ഇവിടെ നിലനിർത്തിപ്പോരുന്ന വിഭാഗം ഈ പറഞ്ഞ പാർട്ടികളിൽ നിന്നൊന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമല്ല. ബാക്കിയെല്ലാം പഴിച്ചവരാണ്. കുല്ലുഹും പിന്നാർ. അതുകൊണ്ട് അവരൊക്കെ നരകത്തിലേക്കുള്ളവരാ. ഏതാണ് ഈ ഒരു പാർട്ടി? അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി ഈ സമുദായത്തെ പഠിപ്പിച്ചത്. മഹാത്മാക്കളായ സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്? ഇല്ലാ വാഹിദ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ബഹുമാനപ്പെട്ട സ്വഹാബ ചോദിക്കുന്നു, ഒന്നൊഴികെ എന്ന് പറഞ്ഞത് ഏതാണ് ആ ഒന്ന്? ഏതാണ് ആ വാഹിദ? അതിനെ മനസ്സിലാക്കാൻ കഴിയണം. അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ചുകൊണ്ട് അവരനുസരിച്ചുകൊണ്ട് അവരുടെ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഏതാണ് ആ വിഭാഗം എന്നത് ഈ വിഭാഗത്തിൽ നിന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ അവിടുന്ന് അതിനെ വിവരിച്ചു തരണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിച്ചു. അതിനവിടുന്ന് കൊടുത്ത മറുപടി അതാണ് വളരെ കൃത്യമായി വ്യക്തമായി നമുക്കൊക്കെ തന്നെ ബോധ്യമാകുന്ന വിധത്തിലും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലും വളരെ വ്യക്തമായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബി. അതിനെ സംബന്ധിച്ച് കൂടുതലായി ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല. ഒരേ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ആ വിഭാഗം യഥാർത്ഥത്തിൽ ആരാണ്? അത് മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇവിടെ എങ്ങനെയാണോ ദീനിനെ നിലനിർത്തി പോന്നതെങ്കിൽ ആ ദീനിന്റെ മാർഗം സ്വീകരിച്ചു പോരുന്നവര്. ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തി. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ശേഷം ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യം ഇട്ടേച്ചുകൊണ്ടാണ് നിങ്ങളോട് വിട പറയാൻ പോകുന്നത്. രണ്ട് കാര്യം നിങ്ങളിൽ ബാക്കി വെച്ചുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ, അതിനനുസരിച്ച് ജീവിച്ചാൽ ഒരിക്കലും തന്നെ നിങ്ങൾ പഴച്ചു പോവുകയില്ല, നിങ്ങൾക്കൊരിക്കലും വലാലത്ത് വരില്ല. ഏതാണ് ആ രണ്ട് കാര്യം? കിതാബുല്ലാഹി വസുന്നത്തി, അല്ലാഹുവിന്റെ മഹത്തായ ദീനിന്റെ പ്രമാണമാകുന്ന വിശുദ്ധമായ ഖുർആൻ, എന്റെ തിരുസുന്നത്ത്. ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചോ, ഒരിക്കലും തന്നെ നിങ്ങൾക്ക് പഴച്ചു പോകേണ്ടി വരില്ല എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ ആ പ്രവാചകർ തന്നെയാണ് പറയുന്നത്, ഈ വിജയിക്കുന്ന പാർട്ടി ആരാണ്? ഈ കിതാബിന്റെയും സുന്നത്തിന്റെയും പാർട്ടി എന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നതാകാ, നിങ്ങൾ പഴച്ചു പോയില്ല എന്ന് വ്യക്തമായി അവിടുന്ന് പഠിപ്പിച്ചപ്പോൾ എന്ത് പിടിക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെങ്കിൽ ആ കിതാബുല്ലാഹി അല്ലാഹുവിന്റെ ഗ്രന്ഥവും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും അതനുസരിച്ച് ജീവിക്കണം എന്നാണ് അല്ലാഹുവിന്റെ റസൂല് അതിന് മറുപടി പറയേണ്ടിയിരുന്നത്. അത് ജീവിക്കുന്നവരാണ് ഈ വിജയിച്ചു പോകുന്നവർ. അവരാണ് ഈ എല്ലാ പാർട്ടികളിൽ നിന്നും വിഭിന്നമായി അല്ലാഹുവിന്റെ നജാത്ത് അവകാശപ്പെട്ടവരും സ്വർഗാവകാശികളും. ഇതായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷേ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതല്ല. അതൊന്നുകൂടി വ്യക്തമാക്കി ആ കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആ ഒരു ജീവിത രീതി ഇവിടെ എങ്ങനെയാണ് എന്നുകൂടി മനസ്സിലാക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വഹാബത്തിനോട് പറയുന്നത്. എന്താ അത്? മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് ആ വിഭാഗം? ആരാണ് വിജയത്തിന്റെ പാർട്ടി? ഈ വിഭിന്നമായി ചിഹ്നഭിന്നമായി മുസ്ലിം സമുദായം പല ചേരികളായി പാർട്ടികളായി പിളർന്നു പോകുമ്പോൾ അവരൊക്കെ പഴച്ചവരാണെന്ന് അല്ലാഹുവിന്റെ റസൂല് തങ്ങൾ പറഞ്ഞല്ലോ. എന്നാൽ അതിൽ നിന്ന് ഒഴിവായി ഒരു വിഭാഗത്തെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. അത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി മാ അന അലൈഹി വസ്ഹാബി. വളരെ കാര്യമായി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയമാണ്. മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏത് ഒരു ദീനിന്റെ കാര്യത്തിന്മേലാണോ നിന്നിട്ടുള്ളതെങ്കിൽ ദീനിയായ വിഷയങ്ങളിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനൊക്കെ തന്നെ നിങ്ങൾ അടിസ്ഥാനമാക്കേണ്ടത് ഞാനും എന്റെ സ്വഹാബത്തും എങ്ങനെയാണോ അതിനെ നിലനിർത്തിയിട്ടുള്ളത്, അതെങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്, അതെങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്, അതിനനുസരിച്ച് പൂർണ്ണമായും അതിനെ അംഗീകരിച്ച് അതിനോട് പിൻപറ്റി ജീവിക്കുന്നു. അതാണ് ഈ വിജയിക്കുന്ന പാർട്ടിയും. ഇതാണ് ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തന്നെ അതാണ്.
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്ത്, ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ മാതൃക, ഇത് രണ്ടും ഒന്നിച്ച് സ്വീകരിച്ചു പോരുന്നവര് അവരാണ് യഥാർത്ഥത്തിൽ ഈ വിജയിച്ച ദീനിന്റെ പാർട്ടികൾ എന്ന് ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി. ഈ മഹത്തായ ദീനിന്റെ സംഘം, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നതെങ്കിൽ, ആ സുന്നത്ത് ജമാഅത്തിന്റെ പരമ്പര അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ലോകാവസാനം വരെ ഇവിടെ നിലനിൽക്കും. അത് നിൽക്കുക തന്നെ ചെയ്യും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഇലാ യൗമിൽ ഖിയാമ ലാ യളുറുഹും മൻ ഖാലഫഹും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു വിഭാഗം, ഏതാണ് ആ വിഭാഗം? ഈ വിജയത്തിന്റെ പാർട്ടി. അവർ എന്നും ഖിയാമത്ത് നാൾ വരേക്കും ഈ ലോകത്ത് നിലനിൽക്കുന്നവരാണ്. അവർക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും, പ്രതിബന്ധങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, എന്തുവിധ തടസ്സങ്ങൾ ഉണ്ടായാലും, എന്തുവിധ എതിർപ്പുകൾ ഉണ്ടായാലും ഈ പാർട്ടിക്ക് അതൊന്നും പ്രശ്നമല്ല. ലാ യളുറുഹും മൻ ഖാലഫഹും. അവരെതിർക്കുന്നവർ ആര് തന്നെയായാലും, എത്ര വലിയവരായാലും, എത്ര കൊമ്പന്മാരായാലും, എത്ര വമ്പന്മാരായാലും അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല. ലാ യളുറുഹും മൻ ഖാലഫഹും. അവരെ എതിർക്കുന്നവരെ ഒരിക്കലും തന്നെ ഈ മഹത്തായ ദീനിന്റെ യഥാർത്ഥ കക്ഷിയാകുന്ന ഈ പാർട്ടി, ലോകാവസാനം വരെ ഇവിടെ നിലനിൽക്കുന്ന ആ പാർട്ടിക്ക് അതൊന്നും തന്നെ ഒരു കാര്യവുമാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് ഈ പരമ്പര, അതാണ് ഈ മഹത്തായ പരമ്പര, സുന്നത്ത് ജമാഅത്തിന്റെ പരമ്പര. അത് ഇവിടെ നിലനിൽക്കണം, അതിനെവിടെ നിലനിർത്തണം. അത് ലോകാവസാനം വരേക്കും നിലനിർത്താനുള്ള പാർട്ടിയാണല്ലോ എന്നതുകൊണ്ട് അതിനെന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ, അതിന്റെ വിശ്വാസങ്ങൾക്കോ ആചാരങ്ങൾക്കോ കർമ്മങ്ങൾക്കോ എന്തെങ്കിലും വന്ന് ഈ സമുദായത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയിടാനും തടുത്തു നിർത്താനും ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചു. നിങ്ങളത് നോക്കിക്കൊള്ളണം. ഇദാ ലഹറത്തിൽ ബിദഅ വസക്കത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി പൂർവികമായ മുസ്ലിമീങ്ങൾ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലൊക്കെ ചെയ്തു വന്നിരുന്ന, വിശ്വസിച്ചു വന്നിരുന്ന അക്കാര്യത്തെ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും പുതിയതുണ്ടാക്കി പുതിയ രീതിയിലേക്ക് ഈ ദീനിന്റെ കാര്യങ്ങൾ ആക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും മിണ്ടാതിരിക്കാൻ പാടില്ല. അവരതിനെ എതിർക്കണം. അവരതിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അത് ചെയ്യാതിരുന്നാൽ ആ ആലിമ് തന്നെ മൽഊനാണ്, ആലിമ് മൽഊനാണ്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ മലക്കുകളുടെയും സർവ്വജനങ്ങളുടെയും ശാപം അവനെ ഏൽക്കേണ്ടി വരും. ഈ പണ്ഡിതൻ, ഈ മൊയ്ലിയാര്, അത് ഏൽക്കേണ്ടി വരും, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആ ഒരു പണ്ഡിതന്മാരിൽ അള്ളാഹുവിന്റെ റസൂല് ഏൽപ്പിച്ച ആ ഒരു ദൗത്യം ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പരമ്പരയിലൂടെ ഇവിടെ നിലനിന്ന് വന്നെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്ന ഒരു രീതി കേരളത്തിൽ കടന്നു വരുന്നു എന്ന് കണ്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ മഹാന്മാക്കളായ പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തെ ഇവിടെ ഉണ്ടാക്കുന്നത്. കേരളത്തിലാണ് അതിന്റെ തുടക്കം, പക്ഷേ അതിന്റെ പ്രവർത്തനം ലോകമെങ്ങോ എല്ലായിടത്തും വ്യാപിച്ചു കഴിഞ്ഞു. എന്തിനാണ് അവര്? ബഹുമാനപ്പെട്ട പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാന കർമ്മങ്ങളെയും ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഈ ഉമ്മത്തിന്റെ ദീനിയായ സംരക്ഷണം അവർക്കുണ്ടാക്കി കൊടുക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട ആ പണ്ഡിതന്മാരെ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ നിർവഹിച്ചു വരുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എത്ര പതിറ്റാണ്ട് കഴിഞ്ഞു അതിന്റെ സേവനം തുടങ്ങിയിട്ട്. ബഹുമാനപ്പെട്ട ഉലമാക്കൾ ഇവിടെ തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചല്ലേ, ഈ നഗരിയുടെ പേര് തന്നെ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നഗറാണ്. മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാൻ അവറുകളാണ് യഥാർത്ഥത്തിൽ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ഇവിടെ ജീവൻ നൽകുന്നത്. ഈ പ്രസ്ഥാനത്തെ ഉണ്ടാക്കുന്ന ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളാ. കാരണം ഈ ആശയമാറ്റം ഈ സമുദായത്തിൽ കടന്നു വരുമെന്ന് കണ്ടപ്പോൾ, അത്തരം പുത്തൻ വാദക്കാർ ഇവിടെ വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് സംഘടിപ്പിച്ച് അവരോട് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു. നമ്മൾ ഇനി അടങ്ങിയിരുന്നാൽ പറ്റില്ല, മിണ്ടാതിരുന്നാൽ പറ്റില്ല. നമ്മളെ ദൗത്യം മഹാത്മാക്കളായ പ്രവാചകന്മാരുടെ ദൗത്യമാണ്. ആ പ്രവാചകന്മാരിവിടെ എന്ത് തന്നെ കണ്ടാലും ആ കണ്ടതിനോട് പ്രതികരിക്കുന്ന സ്വഭാവമായിരുന്നു. അതുകൊണ്ട് ഇത്തരം ആശയങ്ങൾ നമ്മളുടെ ഈ സമുദായത്തിലേക്ക് കടന്നു വന്നാൽ
അള്ളാഹുവിന്റെ റസൂല് നമ്മളിൽ ഏൽപ്പിച്ചു തന്ന ഈ പരിശുദ്ധമായ ദീനിന്റെ സംരക്ഷണത്തിന് നമ്മൾ ഉത്തരവാദികളായിട്ടുണ്ടെങ്കിൽ, അത് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി സംഘടിച്ച് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിനെയും ഈ മുസ്ലിം സമുദായത്തെയും നമ്മൾക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. മഹാനായ വരക്കൽ തങ്ങൾ പറയുന്നു, അത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അംഗീകരിച്ചു. ആ അംഗീകരിച്ചതിന്റെ ഫലമായി കൊണ്ടാണ് ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ നിലവിൽ വന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നുകൊണ്ട് മാത്രമാണ് ഈ മുസ്ലിം സമുദായം ഇന്നീ കാണുന്ന സുരക്ഷിതമായ മതകാര്യങ്ങളിൽ അവർക്ക് എല്ലാവിധ സംരക്ഷണവും സുരക്ഷിതത്വവും ലഭിച്ചിട്ടുള്ളത് എന്നത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഇതിന്റെ കാരണം ബഹുമാനപ്പെട്ട സമസ്ത ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ ഈ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തിലുണ്ടായി എന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു നേതൃത്വം, അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിനെ സംബന്ധിച്ചൊന്നും വളരെ ദീർഘമായി ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട സമസ്ത. ആ സമസ്തയുടെ പ്രവർത്തനങ്ങൾ, അതാണ് ഇവിടെ വളരെ നല്ല നിലയ്ക്ക് മുസ്ലിങ്ങളെ മതപരമായി ദീനിയായി നേരായ മാർഗത്തിലൂടെ നയിച്ചു വരുന്ന ഈ മഹത്തായ പ്രസ്ഥാനം, അതിനെ എല്ലാവിധത്തിലും തകർക്കാനും തളർത്താനുമുള്ള പല നീക്കങ്ങളും മുമ്പ് നടന്നിട്ടുണ്ട്. ആശയപരമായി ആ സമസ്തയോട് യോജിക്കാത്തവരും എതിർക്കുന്നവരും ആ സംഘടനയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുമായ ഒരേ പുത്തൻവാദക്കാരും പുത്തൻ ആശയക്കാരും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും തന്നെ ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ അടുത്തേക്ക് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. അവരും ഇതുപോലെ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെങ്കിലും കേരളത്തിന് പുറത്തും ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘടനയ്ക്ക് ഒരു ചെറിയ പോറൽ പോലും ഏൽപ്പിക്കാൻ അവരുടെ ഈ നീണ്ട കാലത്തെ പ്രവർത്തനം കൊണ്ട് പോലും സാധിച്ചിട്ടില്ല. അങ്ങനത്തെ ശത്രുക്കൾ ബഹുമാനപ്പെട്ട സമസ്തക്ക് ധാരാളം ഉണ്ടായി. അവരൊക്കെ കഴിഞ്ഞുപോയി. അവരൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും അവര് തന്നെ അവരുടെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതെയാകുന്ന അവസ്ഥയിലേക്ക് അവർ ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുകയാണ്. അടികളിൽ നടക്കുകയാണ് ഓരോ വിഭാഗവും. അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ സമസ്തയുടെ ആദ്യകാല ശത്രുക്കളിലുണ്ടായെങ്കിൽ പിന്നീട് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ഇതിനെ തളർത്തുന്ന നീക്കങ്ങൾ മറ്റ് ചില ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. അതിലൊന്ന് സമസ്തയുടെ ഉള്ളിൽ നിന്ന് തുടങ്ങി. സമസ്തയുടെ ഉള്ളിൽ നിന്ന് തന്നെ സമസ്തനെ തകർക്കുന്ന നീക്കമാണ് പിന്നീട് കാണാൻ നമുക്ക് കഴിഞ്ഞത്. എന്നാൽ അതും സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ ഒരു നിലക്കും അത് സമസ്തയെ തളർത്തിയിട്ടില്ല എന്ന് വ്യക്തമാകുന്ന വിധത്തിലാണ് ബഹുമാനപ്പെട്ട ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല വിധത്തിലുള്ള മോശപ്പെട്ട പലതും പറഞ്ഞ് ബഹുമാനപ്പെട്ട സമസ്തയെ തകർക്കാൻ സമസ്തയുടെ ശത്രുക്കളിലെ മുഖ്യ ശത്രു അത് ഇന്ന് ഈ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിഭാഗമാണ്. അവരാണ് സമസ്തയുടെ മുഖ്യ ശത്രുക്കൾ. ഇവിടെ നമുക്കറിയാം, ഇവിടെ വേണ്ടാത്ത പലതും പറഞ്ഞു നടക്കുന്ന, വളരെ മോശമായ പലതും ഇവിടെ പറഞ്ഞു നടക്കുന്ന ആ വിഭാഗക്കാര്, അവർ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഈ പ്രസ്ഥാനത്തിനെ ഏത് വിധത്തിലൊക്കെ അതിനെ തകർക്കാൻ പറ്റുമോ അതൊക്കെ നോക്കി അവസാനം അവരെല്ലാം പരാജയപ്പെട്ട് അവരെല്ലാ എതിർപ്പിന്റെയും മുനയൊടിഞ്ഞിരിക്കുകയാണ്. പല കുതന്ത്രങ്ങളും പല തന്ത്രങ്ങളും നടത്തി ഒക്കെ കഴിഞ്ഞു. കാരണം എന്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമാവുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത എന്ന ഈ പ്രസ്ഥാനത്തെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയത്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയ ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ അവകാശിയായി അവസാന കാലത്ത് ഇവിടെ വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയാണ്. ഇപ്പൊ കണ്ണിയത്ത് ഉസ്താദിനെയൊക്കെ പലരെ കൂട്ടത്തിലേക്കും കയറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നുള്ള ഒരു പത്രം വായിച്ചാൽ കണ്ണിയത്ത് ഉസ്താദ് ഈ വിഘടിതരെ ഒപ്പം പോകാൻ ഇങ്ങനെ ചാടിയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ആരോ പിടിച്ചു വെച്ചതാ പോകാനേക്കാതെ. അങ്ങനെ ഇന്നത്തെ പത്രം വായിച്ചാൽ തോന്നുക ഓൽക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹം നൽകി ആശീർവാദം നൽകി ഞാൻ നിങ്ങളൊപ്പല്ലാതെ പിന്നെ ആരോപ്പ എന്ന് പറഞ്ഞു കണ്ണിയത്ത് ഉസ്താദ് എന്നാ. ഇതൊക്കെ പറഞ്ഞ് ഈ ഇവിടെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പരിപാടി ഇനിയെങ്കിലും അവസാനിപ്പിച്ചുകൂടെ? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് മുഖം അവരെ മുഖം കെടുത്തട്ടെ എന്ന് ആവർത്തിച്ച് ദുആ ചെയ്ത ശാപത്തിന്റെ ഉടമകളായവരാണ് അവര്. കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ അവർക്ക് എതിരിലായിരുന്നു. അവരെ കൂട്ടത്തേക്ക് പോകാൻ മൂപ്പരിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വേണ്ടാത്ത പല നുണകളും ദുഷ്പ്രചരണങ്ങളും നടത്തി
പല വിധത്തിലും ബഹുമാനപ്പെട്ട സമസ്തയെ തകർക്കാനോ തളർത്താനോ ഉള്ള നീക്കങ്ങൾ ആ വിഭാഗക്കാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം വളരെ വ്യക്തമായി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ യഥാർത്ഥ അതിന്റെ അവകാശികൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. അതിലേറ്റവും ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വളരെ അങ്ങേയറ്റം ശക്തമായി നേതൃത്വം നൽകി നയിച്ചിരുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. ശംസുൽ ഉലമ പിഴച്ചുപോയി എന്നാണ് ഈ കൂട്ടക്കാര് അന്ന് ഇതിന്ന് പുറത്താക്കപ്പെടാനുണ്ടായ കാരണം തന്നെ അതാ. അങ്ങനത്തെ ആ കാരണത്തിൽ അവർ പുറത്തു പോയതിനു ശേഷം അവരോട് പ്രചരിപ്പിച്ച് നടത്തിയിരുന്ന അതാണ് ശംസുൽ ഉലമ പിഴച്ചുപോയി. ശംസുൽ ഉലമ പിഴച്ചുപോയി എന്നല്ല, അതിന്റെ അപ്പുറം പറഞ്ഞോലും ഉണ്ടായിരുന്നു. ശംസുൽ ഉലമ പിഴച്ചുപോയി എന്ന് പറയുന്നതിനേക്കാണ് കടുപ്പുള്ള വാക്കുകൾ പറഞ്ഞവരും ഉണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റിയൊന്നും ഇപ്പൊ പരാമർശിക്കുന്നില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ആരാണ് എന്ന് കാലം തെളിയിക്കുക. ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ മസാറിൽ മഖബറയിലെടുത്ത് പോയി നോക്കണം. ആയിരക്കണക്കിന് ആളുകൾ ദിവസേന വന്ന് സിയാറത്ത് ചെയ്തു പോയിക്കൊണ്ടിരിക്കുക. മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെ? ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലിന്റെ ചുവട്ടിലാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയ സമസ്ത അത് മൂപ്പരിൽ നിന്ന് ഏറ്റുവാങ്ങിയത് ആരാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്താനാ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്ക് വരക്കൽ മക്കാമിൽ തന്നെ ഖബറുകം ഒരുങ്ങിയത്. ഇതൊക്കെ വളരെ വ്യക്തമായ കാര്യമാണ്, എല്ലാവർക്കും ബോധ്യമാണ്. അപ്പൊ ഇപ്പതിന്റെ ഇടയിൽ ഒരു ആഗ്രഹം ചിലർക്ക് തോന്നി, എന്നാ ഈ പലയിടത്തും നോക്കി, പല പരിപാടികൾ ഇവിടെ നോക്കി, ഒക്കെ പരാജയപ്പെട്ടു. ഇവിടെ ഒരു മുടിപ്പള്ളി ആയിട്ട് വന്നു. മുടിപ്പള്ളി ഷെറേ മുബാറക്ക്. ഇവിടെ മുഴുവനും കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ നടന്നു നോക്കിയ സർവ്വ റോഡിന്റെയും വക്കത്ത് മുടിപ്പള്ളിന്റെ ബോർഡുകളാണ്. മുടിപ്പള്ളിന്റെ ഫോട്ടോ ഉണ്ട്. ഷെറേ മുബാറക്ക്, അതെ, അതാണ് തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം. അതിന്റെ അടിയിൽ എഴുതി വെച്ചിരുന്ന തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം. എന്നിട്ട് പറയുന്നു, ഈ മുടിപ്പള്ളിയായിട്ട് വന്നവര് ഇവർക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോ കോടതിയിൽ പച്ച നുണ എഴുതി കൊടുത്തു. അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു, മുടിപ്പള്ളി അങ്ങനത്തെ ഒരു പള്ളി തന്നെ ഉണ്ടാക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിന് ഞങ്ങൾ പിരിവും നടത്തിയിട്ടില്ല. പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങൾ എടുത്തുനിന്നാണ് അതിന് ഒരു സംഖ്യ വാങ്ങിയത്. തങ്ങൾ തന്നെ പരസ്യമായി അത് ഇവിടെ എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു. എൻ്റെ അടുത്തും വാങ്ങിയിട്ടുണ്ട്. അതിന് അങ്ങോട്ട് തിരിച്ചു തന്നോട്ടെ. എന്നിട്ട് കോടതിയിൽ എഴുതി കൊടുത്ത എന്താണ്? അങ്ങനെ ആ പള്ളിക്ക് വേണ്ടി പിരിവ് നടത്തിയിട്ടില്ല. കോടികൾ ഇവിടെ നടത്തി. അത് ആ പള്ളിയെ സംബന്ധിച്ച് പിന്നീട് അവർക്കുണ്ടായ അവസ്ഥ അതാണ്. അപ്പൊ ഈ മുടിമ ചിറ്റലൊക്കെ മാറിയതിന് ശേഷം ഇപ്പൊ പാത്രത്തിൽ കയറിയിരിക്കുകയാണ്. ഇപ്പൊ പാത്രത്തിലാണ്, ഒരു പാനപാത്രമായിട്ട് വന്നു. എന്തൊക്കെയാണ് ഇവർക്ക് ചെയ്യാൻ മടിയില്ലാത്തത്? എന്തും ഇവർക്ക് ചെയ്യാൻ ഒരു മടിയില്ല. കാരണം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ആ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ചരിത്രങ്ങളിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെടും വിധത്തിൽ വ്യക്തമായി വിവരിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ള പാത്രങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തുണ്ടായിരുന്ന വസ്തുക്കളും സാധനങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഇപ്പോ ഇസ്രായേലിന്റെ ഒരു ചിഹ്നം വെച്ച ഒരു പാത്രമായിട്ട് വന്നൊക്കെ പാനപാത്രം, ഇതൊക്കെ കൊടുന്നു കൊടുക്കാൻ ഒരു ചങ്ങായി അബൂദാബിയിൽ നിന്നും വരിക. ആക്കിതാ പണി, മുടിയോടുന്ന് കൊടുത്തു. അത് നടക്കണില്ല, എന്തെങ്കിലും ഒരു പാത്രമായിട്ട് വരാന്നാണ്. അപ്പൊ പാത്രമായിട്ട് വന്നു. ഈ പാനപാത്രമായിട്ട് നടക്കുക. പക്ഷെ ഇപ്പൊ മുണ്ടിൽ നിൽക്കുന്നില്ല. ഇപ്പൊ ഒന്നും കേൾക്കാനില്ല. അമീർ വൈസി ഒന്നും കേൾക്കാനില്ല ഇപ്പൊ മുണ്ട്. എന്താ അത് പറഞ്ഞതും പൊട്ടിയോ എന്നുള്ള ആപത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കും. ഇതൊക്കെ ദീനിന്റെ പേരിൽ നടത്ത ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ തോന്നിയതൊക്കെ കാട്ടാൻ. അല്ലാഹുവിന്റെ ദീന് ഇങ്ങനെയൊന്നും അല്ലല്ലോ പ്രബോധനം ചെയ്യേണ്ടത്. ഇങ്ങനെയാണോ ദീനിന്റെ പ്രചരണം നടത്തേണ്ടത്? അതിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ശരിക്കും അത് കാണിച്ചു കൊടുത്തൊരു രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ച് ആ ദീനീ പ്രബോധനം. എന്നിട്ട് അതിനെ ജനങ്ങളെ കബളിപ്പിക്കുന്ന, ജനങ്ങളെ ചൂഷണം ചെയ്യാൻ എന്തൊക്കെ മാർഗമുണ്ടോ, എന്തൊക്കെ വഴികളുണ്ടോ അത് നോക്കി നടക്കുക. ആ കിതാബ് ഒരുപാട് ഓതിയിട്ടുണ്ട്. അങ്ങനത്തെ കിതാബ് ആൾക്കാരെ പറ്റിക്കാനും ആൾക്കാരെ ഈ നിലക്ക് ചൂഷണം ചെയ്യാനും എന്തൊക്കെ സാധിക്കും, എങ്ങനെയൊക്കെ കഴിയുമെന്ന ആ കിതാബും നന്നായി ഓതി അതിന്റെ സനദും ശരിക്കും വാങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം.
ഇതൊന്നും ബഹുമാനപ്പെട്ട സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തക്കൊരു പ്രശ്നമായില്ല. ഇപ്പൊ ഈ മുടിപ്പള്ളി അതില്ലാതെയായിപ്പോയി. അപ്പൊ ഇനി അതിന് കൈ നിർത്തില്ല. പിന്നെ ഇനി എന്തായി? ഇനിയിപ്പോ ഇതുപോലത്തെ എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തണമല്ലോ. അപ്പൊ അതിനെത്താൻ വേണ്ടിയിട്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളെടുത്ത് ബഹുമാനപ്പെട്ട ശംസുല്ലമക്ക് ഖബറിടം ഒരുങ്ങിയപ്പോ ആ പാരമ്പര്യം മഹാനവറുകൾക്ക് തന്നെയാണ് എന്ന് ലോകത്തെ ജനങ്ങൾ, ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ മനസ്സിലാക്കി. അപ്പൊ മനസ്സിലാക്കിയപ്പോ ഇനി അവിടെ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കാനാ പിന്നത്തെ നടത്തം. ആ വരക്കൽ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ, അതിന്റെ അടുത്ത് എവിടെയെങ്കിലും വല്ലതും ഉണ്ടോ നോക്കി നടക്കുക. അങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ ഈ വരക്കൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ അവകാശികളായ തങ്ങന്മാരിൽ നിന്നാണ് ബഹുമാനപ്പെട്ട സമസ്ത ഈ വരക്കൽ മക്കാമും അതിനോട് ചേർന്ന് കിടക്കുന്ന പള്ളിയും അതിന്റെ പരിസരത്തുള്ള സ്ഥലവും ഒക്കെ സമസ്തക്ക് കിട്ടിയത്, ശംസുല്ലമക്ക് നൽകിയതാ. എന്നാൽ അതിൽ അല്പം ഭാഗം ബാക്കിയുണ്ടായിരുന്നു, കുറച്ച് ഭാഗം. അത് ഈ തങ്ങന്മാര് താമസിക്കായിരുന്നില്ലേ, അത് മെല്ലെ വന്നിട്ട് അത് കയ്യിലാക്കാൻ പറ്റുമെന്നാ പിന്നീട് ഉണ്ടായ നോട്ടം. അത് കയ്യിലാക്കിയെന്നാ അവിടെ മൂപ്പർക്കും കൂടാലോ എന്നുള്ള. പക്ഷേ അള്ളാഹു അതും പരാജയപ്പെടുത്തി. സമസ്തയുടെ കറാമത്ത്, സമസ്തയുടെ കറാമത്താണത്. അത് പരാജയപ്പെട്ടു. നിമിഷങ്ങൾക്കകം ആ സ്ഥലവും ബഹുമാനപ്പെട്ട സമസ്തയുടെ കയ്യിലെത്തി. അതാണ് സംഭവിച്ചത്. വളരെ അങ്ങേയറ്റത്തെ ആസൂത്രിതമായൊരു നീക്കം, ഗൂഢമായ നീക്കം, വളരെ രഹസ്യമായ നീക്കം നടത്തി അത് കൈയടക്കാമെന്ന് വിചാരിച്ച് അതിന്റെ എല്ലാ കരുനീക്കങ്ങളും നടത്തി അവസാന ഘട്ടത്തിലെത്തി നിൽക്കുക. ആ സമയത്താണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹാത്മാക്കളായ സമസ്തയുടെ ഉസ്താദുമാരെ അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഖബറിൻ അതിന്റെ ഉള്ളിൽ കൂടി കുഴിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജഡം കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വപ്നം കാണിച്ചു കൊടുത്തതുപോലെ ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിതന്മാർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്, ഇതാ ഇത് ഉടനെ എടുത്തോളി, ഇതും കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അവിടെ എത്തി. അൽഹംദുലില്ലാഹ് ആ സ്ഥലവും ബഹുമാനപ്പെട്ട സമസ്തയുടെ കയ്യിലായി. ഇപ്പൊ വരക്കൽ മക്കാമും അതിനോട് ചേർന്ന് കിടക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങന്മാര് താമസിച്ചിരുന്ന സർവവും ബഹുമാനപ്പെട്ട സമസ്തയുടെ കയ്യിലാണ്. ഇനി അതും പറഞ്ഞ് നടക്കണ്ട, അതൊരിക്കലും തന്നെ അങ്ങോട്ട് അടുക്കാൻ പറ്റൂല എന്ന് വരക്കൽ തങ്ങൾ തീരുമാനിച്ചു. ആ ജാതിക്കാർ ഇങ്ങോട്ട് വരണ്ട, ഈ മുടിയന്മാര് വരണ്ട, ഈ ജാതിക്കാർ കടക്കണ്ട അങ്ങോട്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആ സ്ഥലവും കൂടി ബഹുമാനപ്പെട്ട വരക്കൽ മക്കാം ബഹുമാനപ്പെട്ട സമസ്തയുടെ കയ്യിൽ കിട്ടിയതുപോലെ തന്നെ ആ സ്ഥലവും സമസ്തയുടെ കയ്യിലെത്തി. ഇതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പൊ അതിനെ ഏത് വിധത്തിലും ഇവിടെ സംരക്ഷിച്ചുകൊണ്ട് അതിനെ നിലനിർത്തി പോരാനാണ് ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ മഹത്തായ വാക്ക് അത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക. യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇത്തഖ്വല്ലാഹ്, നിങ്ങളൊക്കെ അള്ളാഹുവിന് ഭയന്ന് തഖ്വ ചെയ്ത് അള്ളാഹു പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിന്റെ ദീനുമായി ജീവിക്കാൻ നിങ്ങൾക്കൊക്കെ സാധിക്കണം. നിങ്ങൾ തഖ്വയുള്ളവരാവണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും പാത്രത്തിലൊന്നും കയറാൻ പോകരുത്. വക്കൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ നല്ല സത്യവാന്മാരായ മഹത്തുക്കളായ നല്ല ആളുകളോട് കൂടെ നിങ്ങൾ നിൽക്കാവൂ, വേറെ ഒന്നിലേക്കും പോകരുത്. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്. ആരാണ് ഈ സത്യവാൻ? അസ്സാദിഖീൻ എന്ന് പറഞ്ഞ സാദിഖിനെ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ തന്നെ തഫ്സീറുകളിൽ വിവരിക്കുന്നുണ്ട്. അല്ലദീ യദൂറു മഅൽ ഹഖ് ഹൈസു ദാറ. ഈ സാദിഖ് ആരാണ്? ഹക്ക് എവിടെയുണ്ടോ ഹക്കിന്റെ കൂടെ മാത്രം പോകുന്നവർ. ഹക്കിന്റെ കൂടെ എവിടെ പോകുന്നുണ്ടെങ്കിലും ഹക്ക് എങ്ങോട്ട് നീങ്ങുന്നുണ്ടെങ്കിലും അതിന്റെ ഒപ്പം, അതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. അങ്ങനത്തെ ഹക്കിന്റെ അഖിലുകാരാകുന്ന ബഹുമാനപ്പെട്ട സ്വാദിഖീങ്ങൾ, സത്യവാന്മാര്, ആ സത്യവാന്മാരാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ തൊട്ട് ഇന്ന് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ് വരെയുള്ള ഈ പരമ്പരയിൽ ഉള്ളവരൊക്കെ തന്നെ ആ സ്വാദിഖീങ്ങളാണ്. അപ്പൊ അവരെ കൂടെ നിൽക്കാനാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഈ വചനം നമ്മളൊക്കെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ മഹത്തായ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും അതിന്റെ എതിരാളികളെ ഒരു വിധത്തിലും ഇവിടെ വളരാൻ അനുവദിക്കാത്ത നിലക്ക് അതിനെ തകർത്ത് അതിനെ തളർത്തി അതിനുവേണ്ടിയുള്ള ഏത് നീക്കത്തെയും ശക്തമായ നിലക്ക് സഹായിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിൽക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.
ഇവിടെ വിഷയങ്ങളൊക്കെ പറയാൻ ആളുകൾ ഉള്ളത് കൊണ്ട് അവരുടെയൊക്കെ സംസാരങ്ങൾ ഇൻഷാ അല്ലാഹ് വരാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംഗമം അവൻ പൊരുത്തപ്പെട്ട ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാരായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ കഴിഞ്ഞ കാല മഹാന്മാരായ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, അവരോടൊക്കെ ഒരുമിച്ച് നമുക്കൊക്കെ സ്വർഗലോകത്ത് അല്ലാഹു തആല പാർപ്പിടം ഒരുക്കി തരുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും അല്ലാഹു നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരെയും നമ്മളെയൊക്കെ സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ തിരുനാമം കൊണ്ട് ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಅಹ್ಲು ಸುನ್ನತ್ ವಲ್ ಜಮಾಅತಿಗೆ ಯಾವುದೇ ಕುಂದುಕೊರತೆ ಬಾರದಂತೆ ಸಮಸ್ತ ಕೇರಳ ಜಮ್ಇಯತುಲ್ ಉಲಮಾ ಎನ್ನುವ ಮಹೋನ್ನತ ವಿದ್ವಾಂಸ ಸಂಘಟನೆಯು ಇದರ ಹೊಣೆಗಾರಿಕೆಯನ್ನ ಹೆಗಲ ಮೇಲೆ ವಹಿಸಿದೆ. ಇದನ್ನು ಚಾಚು ತಪ್ಪದೆ ನಿರ್ವಹಿಸುತ್ತಾ ಇದೆ ಎಂದು ಹರುಷದಿಂದಲೇ ಕರೆ ನೀಡಿ ವೇದಿಕೆಯನ್ನ ವಿದ್ಯುಕ್ತವಾಗಿ ಉದ್ಘಾಟಿಸಿದ ಕೋಟುಮಲ ಬಾಪು ಉಸ್ತಾದ್ರವರಿಗೆ ತುಂಬು ಹೃದಯದ ಅಭಿನಂದನೆಗಳು. ಇದೀಗ ಎಸ್ಕೆ ಎಸ್ಎಸ್ಎಫ್ ದೇರಳಕಟ್ಟೆ ಘಟಕ ಹಮ್ಮಿಕೊಂಡು